And ഗ്രേസ് മേഴ്സി ആൻഡ് പീസ് ഫ്രം ഗോഡ് ഓഫ് ആൻഡ് ജീസസ് ക്രൈസ്റ്റ് അലോൺ. നമുക്ക് ക്രൈസ്റ്റീസിൻ്റെ കൃപയിൽ ധാരാളമായിട്ട് ആശ്രയിക്കാം. ഇപ്പോൾ നമ്മളായിരിക്കുന്നത് ഫോർ ബദനിഹോൻ കാണ്ടൻപത്തി ആഴിമല എന്ന സ്ഥലത്താണ്. അതായത് ഏഷ്യ, സൗത്ത് ഇന്ത്യ, സൗത്ത് കേരളയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും സൗത്ത് വെസ്റ്റ് കേരളയിൽ സൗത്ത് കേരളയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ട്രിവാൻഡ്രം സൗത്ത് വെസ്റ്റിലേക്ക് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ട്രിവാൻഡ്രം സൗത്ത് കേരളയിൽ ട്രിവാൻഡ്രം സൗത്ത് വെസ്റ്റിലേക്ക് നോക്കുമ്പോൾ ആഴിമല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവിടെ കൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള കപ്പലിൻ്റെ ദിശ, അല്ലെങ്കിൽ കപ്പലിൻ്റെ ഒരു ആട്രിബ്യൂട്ട്സ്, അല്ലെങ്കിൽ കപ്പലിൻ്റെ ഒരു ഡയമെൻഷൻ, അതിൻ്റെ ഒരു മറ്റ് ആസ്പെക്ട്സാണ് നമ്മളിവിടെ പ്രസ്താവിക്കുന്നത്. മാത്രമല്ല സൂര്യൻ അസ്തമാന ദിശയിലേക്ക് അടുക്കുന്നു. അതുപോലെ തന്നെ സൺസെറ്റ് ആകാനുള്ള സമയമെടുത്തിരിക്കുന്നു. അപ്പം കണ്ടോ, വളരെ മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലമാണ്. മാത്രമല്ല ഇന്ന് ഈയൊരു ആഴിമലയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെഡ് ബോഡി, ഒരു യുവാവിൻ്റെ ഡെഡ് ബോഡി കാണുവാൻ ഇടയായിത്തീർന്നു. സാഹസികമായിട്ടുള്ള എന്തോ കാര്യം ചെയ്ത സമയത്ത് തിരമാല അദ്ദേഹത്തിൻ്റെ ബോഡീനെ എടുത്തുകൊണ്ട് പോയിട്ട് തിരിച്ച് ഡെഡ് ബോഡിയായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ എനിക്ക് പ്രേക്ഷകരോട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം സാഹസങ്ങൾ ചെയ്യാതിരിക്കുക, ജീവനെ പണയം വെച്ചിട്ടുള്ള സാഹസങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നമ്മുടെ ലൈഫ് വളരെ പ്രധാനമാണ്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളിലേക്ക് പോകാതിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ട്രിവാൻഡ്രത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രം സൗത്ത് വെസ്റ്റ് എന്നുള്ള ഡയറക്ഷൻ, ആ ഒരു ഡയറക്ഷനിലേക്കുള്ളൊരു സ്ഥലമാണ് ആഴിമല എന്ന് പറയും. ശരിക്കും പറഞ്ഞൊരു മല പോലെയാണ് ഈ ആഴിമലയിൽ. നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റ് ഏതാണ്ടൊക്കെ കാണാൻ കഴിയും. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കപ്പലുകൾ, അതായത് വി ക്യാൻ സീ ദ ഷിപ്സ് ആക്സസിങ് ടുവേർഡ്സ് Viഴിഞ്ഞം beach. Today I met a person's dead body. That person is nearly 40 or 42 or something like that. He did some dangerous activities. As a result he died. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഡു നോട്ട് റിപ്പീറ്റ് ദീസ് ഡേഞ്ചറസ് ആക്ടിവിറ്റീസ്. ഇഫ് യു വാണ്ട് ടു ടേക്ക് സെൽഫി ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്, take that selfie or video in a safe place and ensure that that is a safe place. Do not do these kinds of hot smartness. That means this ship is approaching towards Viഴിഞ്ഞം beach. Viഴിഞ്ഞം beach is near, and also the sunset is also near. The sun is going towards the extreme of west. That means സൂര്യൻ അതിൻ്റെ അസ്തമാന ദിശയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. ഞാനിവിടെ കടന്നു വന്നപ്പോഴത്തേക്കും ഒരു മനുഷ്യൻ്റെ, അതായത് ഒരു മനുഷ്യൻ എന്തോ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി, ഒരു 42 അടുപ്പിച്ചുള്ള ഒരു മനുഷ്യൻ്റെ ഡെഡ് ബോഡി ഇവിടെ കണ്ടുകൊണ്ടിരുന്നു. കുറച്ച് നേരമാണ് പോലീസുകാർ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ മറ്റ് അധികാരികളെ ഡെഡ് ബോഡി കളക്ട് ചെയ്ത ശേഷം പത്തനംതിട്ട എങ്ങോട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സായാലും കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സായാലും ലൈഫ് പണയം വെച്ച്, പുരുഷനായാലും സ്ത്രീയായാലും ട്രാൻസ്ജെൻഡർ ആയാലും ജീവനെ പണം വയ്ക്കരുത്. ലൈഫ് ഒന്നേ ഉള്ളൂ. അതിന് മനസ്സിലായില്ലേ? ക്രൈസിസ് സമയമാകുമ്പോഴത്തേക്കും ഹെവൻലി കിങ്ഡത്തിലേക്ക് നിങ്ങളെ വിളിച്ചോളും. ഡെത്ത് ഈസ് കൺസിഡേർഡ് ആസ് അവർ എനിമി. ബൈബിളിൽ വായിക്കുന്ന ലാസ്റ്റ് എനിമി ടു ബി ഡിസ്ട്രോയ്ഡ് ഈസ് ഡെത്ത്, ആൻഡ് ആൾസോ ഡെത്ത് ഈസ് സോളോഡ് അപ്പ് ഇൻ വിക്ടറി. എന്ന് മാത്രമല്ല, ജയിക്കുന്നതിന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ലെന്നാണ് വായിക്കുന്നത്. എന്ന് മാത്രമല്ല, പാതാളത്തിൽ നിന്നും നരകത്തിൽ നിന്നും കൂടി നമുക്കൊരു മോചനമുണ്ട്. സോ ബിലീവ് ഓൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, then you and your family will be saved. There is salvation in no other, for there is no name under heaven given among men whereby we must be saved. Pulling down strongholds. നാം ഇനി അടിമത്തിൽ കൂടി പോരുത്. If you confess with your mouth that Jesus Christ is Lord and believe with your heart that God has raised him from the dead, then you shall be saved. Then you will be saved. For with the heart man believeth unto righteousness, and with the mouth confession is made unto salvation. If a person believeth and is baptized, നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, ഇഫ് എ പേഴ്സൺ ബിലീവത്ത് ആൻഡ് ഈസ് ബാപ്റ്റൈസ്ഡ് ഇൻ ദ നെയിം ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, then that person shall be saved. If a person believeth not, that person shall be condemned. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്ത ശിക്ഷാവിധിയിലാപ്പെടും. For God so loved the world that he gave his only begotten son, that whoever believes in him shall not perish but have everlasting life. നമ്മൾ നേരത്തെ കണ്ടതായിട്ടുള്ള ആ ഒരു ഷിപ്പ് വിഴിഞ്ഞം ഹാർബറിലേക്ക്, അല്ലെങ്കിൽ വിഴിഞ്ഞം സീപോർട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. സൂര്യനാണെങ്കിൽ അതിൻ്റെ അസ്തമാന ദിശയിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, എത്ര സുന്ദരമായ പ്രകൃതി നോക്കൂ.
ഇനി ഈവനിങ് കഴിഞ്ഞാൽ അടുത്ത ട്വിലൈറ്റ് ആണ്. അതായത് മലയാളത്തിൽ പറഞ്ഞ സന്ധ്യാസമയം എന്ന് പറയും, ത്രിസന്ധ്യ എന്നൊക്കെ പറയും. കന്യാകുമാരി കടൽപ്പുറത്തേക്ക് അല്ലെങ്കിൽ കടൽക്കരയിലേക്ക് നമുക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ട്രിവാൻഡ്രത്തുനിന്നും ഏകദേശം 15 കിലോമീറ്റർ അകലെയുള്ള ബാലരാമപുരത്തുനിന്ന് റൈറ്റ് കട്ട് ചെയ്ത് വീണ്ടും ഏകദേശം ഒരു 10ഓളം കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഈ ആഴിമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. നമ്മൾ ഫിസിക്സ് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് AC = AB + BC, ആ ഫോർമുല അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എയർ ഡിസ്റ്റൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം റിസൾട്ടൻ്റ് ഒരു 12 or 13 കിലോമീറ്റർ കാണും ട്രിവാൻഡ്രത്തിൽ നിന്നും. അവിടെയും നമുക്ക് ഫിസിക്സിൻ്റെ തിയറി അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് നേരിട്ട് അങ്ങനെ വരാതെ, ഇപ്പോൾ ഭാവിയിൽ ഒരു 10-20 വർഷം മുമ്പേ ആളുകളോട് മൊബൈൽ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞാൽ അവൾ പറയും അണ്ണം അല്ലെങ്കിൽ അങ്കിൾ ഊളം പറയുന്ന ചാടിയെന്നാണ് ചോദിക്കും, അല്ലെങ്കിൽ ആൻറ്റി ഊളം പറയുന്ന മതിൽ പൊട്ടി ചാടിയതാടേ എന്ന് പറയും. അപ്പോൾ അന്ന് ആളുകൾക്ക് കയ്യിൽ പിടിക്കാനുള്ളൊരു മൊബൈലോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന വ്യക്തിക്ക് വട്ടാണെന്ന് പറയും. അതുപോലെ ഒരു ആഫ്റ്റർ 25 years മനുഷ്യൻ റോബോട്ടിൻ്റെ സഹായത്തോടെ ആയിരിക്കും ഇവിടേക്ക് വരുന്നത്. മാത്രമല്ല മോട്ടോ പട്ലു കി ജോഡി എന്ന് കണ്ടാൽ പോരാ, തലയിലും കാലിലും ഒക്കെ ഹെൽമെറ്റൊക്കെ വെച്ച് കെട്ടി മറ്റേ ശരി ബാലവീറൊക്കെ പറയുന്നത് പോലെ നമുക്ക് പറന്ന് കിടക്കാൻ പറ്റുന്നു. അതായത് നമുക്ക് ഫിസിക്സിൻ്റെ തിയറി വെച്ച് നോക്കുകയാണെങ്കിൽ ടെലിപോർട്ടിംഗ് എന്നൊക്കെ പറയും. അതായത് വൺ മെറ്റീരിയൽ എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് ബട്ട് ഇറ്റ് ക്യാൻ ബി കൺവേർട്ട് ഫ്രം വൺ ഫോം ടു അനദർ എന്ന് വായിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പണ്ടത്തെ കാലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലോപ്പി ഡിസ്ക് 1.44 MB മാത്രമാണ് കപ്പാസിറ്റി. നേരെ മറിച്ച് ഇന്നോ നമുക്ക് വി ക്യാൻ സെൻഡ് ഫോട്ടോസ്, വി ക്യാൻ റിസീവ് ഫോട്ടോസ്, വി ക്യാൻ സെൻഡ് വീഡിയോസ് as well as AI ഫയൽസ് എക്സെട്ര. കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് സ്മെല്ലിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അതായത് പൈനാപ്പിളിൻ്റെ ഫോട്ടോ ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ പൈനാപ്പിളിൻ്റെ സ്മെല്ല് റൂം മൊത്തം നിറയും. അപ്പോൾ അലർജി ഉള്ളവർ സൂക്ഷിക്കണേ. അപ്പോൾ പൂവൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പൂവിൻ്റെ അലർജി ഉള്ളവർ അവിടെ കിടന്ന് കച്ചിയും തുമ്മുമല്ലോ. അപ്പോൾ അത് ഒരു ഡ്രോബാക്കാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർ മാസ്ക് ധരിക്കുക. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഭാവിയിൽ ഡോക്ടർമാരുടെയൊക്കെ ജോലി റോബോട്ട് ഏറ്റെടുക്കുമ്പോൾ ഡോക്ടർമാർ ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് ഇന്നസെൻ്റ് പറയുമ്പോൾ അങ്ങോട്ട് ഇങ്ങനെ ഈ ചിങ്ങളും അടിച്ച് എന്ത് ചെയ്യും. അപ്പോൾ അതെല്ലാം റോബോട്ടല്ലേ നോക്കുന്നത്. മാത്രമല്ല അതൊക്കെ ഒരു പ്രോഗ്രാമായിട്ട് മാറും. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, അതായത് ടെലിപോർട്ടിംഗ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നമ്മുടെ റോക്കറ്റിനകത്ത് അവർ കയറി നിന്നിട്ട് ഇങ്ങനെ ഹാപ്പി ഐലൻഡിലേക്ക് നമ്മൾ ഹാപ്പി കിഡ് ആ കാർട്ടൂണിൽ പറയുമ്പോൾ ഇങ്ങനെ കണ്ണടയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തട്ടെ എന്ന് പറയുമ്പോൾ അവിടെ ആയിരിക്കും എത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അത്രയും വെലോസിറ്റിയുള്ള വെഹിക്കിളൊക്കെ പോസിബിളാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ എയർ ഡിസ്റ്റൻസിൽ കൂടെ വരുന്ന സാധ്യമാണ്. ഞാൻ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞ് മനസ്സിലായല്ലോ. നേരത്തെ പറഞ്ഞൊരു പാസ്റ്റ് തിയറിയാണ് ഇപ്പോൾ പറഞ്ഞതിനോട്ട് ഇപ്പോൾ കണക്ട് ചെയ്തു. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു 12 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 13 കിലോമീറ്റർ 13² 169 ആണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരേണ്ടി വരും. അധിക ദൂരമില്ലെന്നർത്ഥം. അതായത് ഇപ്പോൾ ഒരു മനുഷ്യന് ഒരു 10-30 വർഷം കഴിഞ്ഞ് സ്വന്തമായിട്ട് ഹെലികോപ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ടെറസിൻ്റെ മുകളിൽ നിന്ന് കട്ടപ്പെട്ട എന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഡീസൽ ഓട്ടോ കട്ടപ്പെട്ട എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നില്ല. അതുപോലെ നിങ്ങൾക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യാൻ പറ്റും, നേരെ എത്തുന്നത് ചിലപ്പം ഈ ഒരു ബീച്ചിലായിരിക്കും. അന്ന് ഈ ലൈഫ് ഗാർഡിന് പകരം ചിലപ്പോൾ നിൽക്കുന്നതെല്ലാം ഓരോ റോബോട്ടുകളായിരിക്കും. ഗോ യുവർ വേ എന്നൊക്കെ ആയിരിക്കും അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക. അപ്പോൾ ഞാൻ നിന്നപ്പോൾ ഒരു മനുഷ്യൻ്റെ ഡെഡ് ബോഡി ഇവിടെ കാണുവാൻ ഇടയിൽ തരുന്നു. ഞാനല്ല, വിഴിഞ്ഞം പോലീസ് കുറച്ച് നേരം മുമ്പേ ഒരു 15 മിനിറ്റിന് മുമ്പേ ആ മനുഷ്യൻ പത്തനംതിട്ടക്കാരനാണ്. എന്തോ സാഹസ കാര്യത്തിന് വേണ്ടി ആ പാറപ്പുറത്ത് കയറിയുന്ന എന്തോ ഫോട്ടോ എടുത്തതായിരിക്കാം. ഇവിടുത്തെ തിരമാലയിൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. എങ്കിലും ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ നിന്റെ ദൈവമായ ലോഡിനെ പരീക്ഷിക്കരുതെന്ന് കൂടി എഴുതിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ലൈഫ് വളരെ പ്രധാനമാണ്. ഏത് പ്രായത്തിലുള്ള വ്യക്തിയാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ട്രാൻസ്ജെൻഡർ ആണെങ്കിലും ലൈഫ് ഒന്നേ ഉള്ളൂ. അത് സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. കുറേ വർഷം ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ നമുക്കിപ്പം ആർട്ടമിസിലൊക്കെ അല്ലേ നമുക്ക് ചന്ദ്രനിൽ വരെ പോയിട്ട് തിരിച്ചു വരാം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതി പുതുതലമുറയ്ക്ക് പല കാര്യങ്ങളും പകർന്നു കൊടുക്കാനും ഒരുപാട് പാട്ട് KJ യേശുദാസിനെ പോലെ പാടാനും മിമിക്രി ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് സഹായിക്കും. അപ്പോൾ അതിനെന്താണ് ദ ആർട്ട് ഓഫ് ലൈഫ്, അതായത് ലൈഫ് വളരെ പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് കീപ്പ് അവേ ഫ്രം സിഗരറ്റ്സ്, കീപ്പ് അവേ ഫ്രം ആൽക്കഹോൾ. ഇത് ഫിസിക്കൽ എഫക്റ്റാണ്. ഇനി കെമിക്കൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിഗരറ്റ്, ആൽക്കഹോൾ, MDMA ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കെമിക്കലായിട്ട് മനുഷ്യനത് ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതം വളരെ സേഫായിരിക്കും. മാത്രമല്ല ചിലർക്ക് സിഗരറ്റ് അലർജി ഉള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ പാസീവ് സ്മോക്കറാണെങ്കിൽ കൂടി ഇതിൻ്റെ സ്മോക്ക് കേൾക്കുമ്പോഴത്തേക്കും സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അലർജി കച്ചി അങ്ങോട്ട് തോന്നും. അപ്പം ഈ ആക്റ്റീവ് സ്മോക്കേഴ്സ് ചെയ്യുന്നത് ഒരു കണക്ക് പറഞ്ഞാൽ ഡിസ്ട്രക്ഷനാണ്, സമൂഹത്തെ ഡിസ്ട്രോയ് ആണ് ചെയ്യുന്നത്. പിന്നെ കഴിവതും പുഴയിലേക്കും മാറിലേക്കും സമുദ്രത്തിലേക്കും പ്ലാസ്റ്റിക്കും മറ്റതും മറിച്ചതും പിന്നെ ക്ലോസറ്റ് വേസ്റ്റും ആ വേസ്റ്റും ഇപ്പുറത്തെ വേസ്റ്റും അപ്പുറത്തെ വേസ്റ്റും അഴുക്കും മറ്റതും ഹോട്ടൽ വേസ്റ്റും ചന്ദ്ര ഹോട്ടലിലെ വേസ്റ്റും സൂര്യ ഹോട്ടലിലെ വേസ്റ്റും ബ്രഹ്മ ഹോട്ടലിലെ വേസ്റ്റും ശിവ ഹോട്ടലിലെ വേസ്റ്റും ഒന്നും കൊണ്ടിടാതെ, മനസ്സിലായില്ലേ, ഒന്നുകിൽ ആഹാരം വേസ്റ്റ് ചെയ്യാതെ അവനവൻ തന്നെ കഴിച്ചിറക്കണം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ അപ്പുറത്ത് എവിടെയെങ്കിലും ഒരു കുഴിയിലോ അല്ലെങ്കിൽ ഒരു വളമായിട്ടോ ബയോ വേസ്റ്റായിട്ടോ എല്ലാം ചെയ്തിട്ട് ചെടിക്കുക. അപ്പം വാഴ നനഞ്ഞതുമായി ചീരയ്ക്കും കൂടെ വെള്ളം ഒഴിച്ചതുമായി. അപ്പോൾ രണ്ടിനും പറയുന്നത് ഇങ്ങനെ ആളുകളെ ബുദ്ധിമുട്ടിച്ച് വെറുതെ അന്യനൊരു ഭാരമാവാതെ സൂക്ഷിക്കുക.
ഇത്രയാണ് കെമിക്കൽ എഫക്ട്സ്. ഇനി ഞാൻ പറഞ്ഞതിൻ്റെ മറ്റേ കാര്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. സൺസെറ്റിലേക്ക് പോകുന്നു. മാത്രമല്ല നേരം ഇനി സന്ധ്യ ആകാറായി. മാത്രമല്ല പിന്നെ ഈ സ്ഥലത്ത് ഏതാണ്ട് ഒരു 6:15 വരെയൊക്കെ കാണുമായിരിക്കും. മാത്രമല്ല ഞാനവിടെ 2 വീലർ പോയി അവിടെ എടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പറ്റുവാണെങ്കിൽ ഒന്ന് ആ കയറ്റമൊക്കെ കയറി നടക്കുമ്പം പുഷപ്പ് ചെയ്യുന്ന പോലെ തന്നെ വൈകുന്നേരത്തെ നടത്താൻ ഇന്നിവിടെ കിട്ടുമ്പോഴത്തേക്ക് അത്രയും വാമപ്പം കൂടെ. അപ്പം അങ്ങനെ ഓരോ ദിവസം ചെയ്യുന്നവർ ഹെൽത്ത് ഈസ് ഇമ്പ്രൂവിങ് മോർ ആൻഡ് മോർ. മനസ്സിലായി, മച്ച് മോർ എന്ന് പറയുമ്പോൾ അപ്പം ലങ്സ്, ഹാർട്ട്, എക്സെട്ര നമ്മുടെ ഓരോ നാൾ കഴിയുന്തോറും മോർ ആൻഡ് മോർ സ്ട്രോങ് ആയിരിക്കും. ഫോർ സ്ട്രോങ്. ആൻഡ് ഭാവിയിലും ഡയബറ്റീസ്, കൊളസ്ട്രോള്, മറ്റത് മറിച്ച ചപ്പ് ചവറ് ഇതൊന്നും വരാതെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് കാലം സന്തോഷകരമായിട്ട് ജീവിക്കാൻ. ഒരുപാട് കോമഡികൾ പറയാം, ഒരുപാട് പാട്ടുകൾ പാടാം, ഒരുപാട് വീഡിയോസ് ചെയ്യാം, ഒരുപാട് പുസ്തകങ്ങൾ എഴുതാം, ഒരുപാട് ട്യൂഷൻ സെൻറ്ററിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കാം, ഒരുപാട് സ്റ്റുഡൻസിനെ അഭിമുഖീകരിക്കാം, ഒരുപാട് സ്ഥലം വിസിറ്റ് ചെയ്യാം. ടൂറിസം ഇഷ്ടമുള്ള കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ടൂറിസം എന്നുള്ള അർത്ഥത്തിലും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ ലൈഫ് വളരെ പ്രധാനമാണ്. അപ്പോൾ പ്രേക്ഷകരെന്തായിരുന്നാലും ഇങ്ങനെയുള്ള കടൽ തിരമാലകളൊക്കെ ഒന്ന് കണ്ടോളൂ. ഇവിടെ ഫിസിക്കലായിട്ട് നിങ്ങൾക്ക് ബോഡിയിൽ വരാൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ തൽക്കാലം എൻ്റെ ഫോണിൻ്റെ സ്ക്രീനിൽ കൂടെ ലൈവിൽ കൂടെ അതങ്ങ് കണ്ടോളൂ. കൺകുളിർക്കെ കണ്ടോളൂ കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടതായിട്ടുള്ള കപ്പൽ താണ്ട് അങ്ങോട്ടെങ്ങാണ്ടോ പിന്നെ കയറിപ്പോയെന്നാണ് എൻ്റെ വിശ്വാസം. എന്തോ സാധനം ഇറക്കാനോ ഓയിൽ ഇറക്കാനോ പിന്നെ ചിലപ്പോൾ ഹോർമോസ് കടലിടുക്കി എന്ന് വന്ന വല്ല എണ്ണയാണോന്നും അറിയത്തില്ല. എന്ത് തന്നെയാണെങ്കിലും അതൊക്കെ ഒരു ലക്ഷ്യസ്ഥാനത്തെത്തി. സൂര്യനും ഓടി അസ്തമാന ദിശയിലേക്ക് എത്തുന്നു. അധികം താമസിയാത്ത ത്രിസന്ധ്യയാവും, ട്യൂലൈറ്റാവും. പിള്ളേർക്കാണെങ്കിൽ ഇവിടെ നിന്ന് സഞ്ചാരികളെ കൊണ്ട് നിറയാൻ കാരണം വെച്ചാൽ കുട്ടികൾക്കാണെങ്കിലും ഏപ്രിൽ മെയ് മാസങ്ങളിൽ വെക്കേഷൻ ആയിരിക്കുമല്ലോ. CBSE ആണെങ്കിലും ICSE ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും ഏതാണ്ടൊക്കെ. അതുകൊണ്ട് കുട്ടികളുമായിട്ട് പാരൻസ് ഇറങ്ങിയതും ആകാം, മാത്രമല്ല ഫാമിലിയായിട്ടൊക്കെ ഒന്ന് എൻജോയ് ചെയ്തതും ആകാം. അപ്പോൾ കുട്ടികൾക്കും സന്തോഷം കിട്ടും, പാരൻസിനും സന്തോഷം കിട്ടും, ടീച്ചേഴ്സിനും സന്തോഷം കിട്ടും, ഇവിടെ വരുന്നവർക്കും സന്തോഷം ഉണ്ടാകും, നമുക്കും സന്തോഷം ഉണ്ടാകും. ഇവരെ സന്തോഷം കാണുമ്പോൾ നമുക്കും കൂടെ ഒരു സന്തോഷമാണ്. മറ്റുള്ളവർ സന്തോഷിക്കുന്ന കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നത്. അല്ലാതെ മറ്റുള്ളവർ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തോന്ന് കിട്ടാനായിട്ട്. ഒരു മിനിറ്റ്. അപ്പോൾ അതുകൊണ്ട് നല്ല ചിന്താഗതിയുള്ളവരെ മാറുക. പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, എൻജോയ് ചെയ്യേണ്ട സമയത്ത് എൻജോയ് ചെയ്യുക. പിന്നെ അതുപോലെ വായിക്കേണ്ട സമയത്ത് വായിക്കുക, വീഡിയോ ചെയ്യേണ്ട സമയത്ത് വീഡിയോ ചെയ്യുക, ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുക. ക്രൈസ്റ്റ് ജീസസ് ധാരാളമായിട്ട് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇഫ് എ പേഴ്സൺ ബിലീവത്ത് ആൻഡ് ഈസ് ബാപ്റ്റൈസ്ഡ് ഇൻ ദ നെയിം ഓഫ് അവർ വൺ ലോർഡ് ആൻഡ് ജീസസ് ക്രൈസ്റ്റ്, ദെൻ ഹീ ഷാൽ ബി സേവ്ഡ് എന്നാണ് വായിക്കുന്നത്. പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ്. അപ്പം അതായത് ആ അർത്ഥത്തിലല്ല. ഇപ്പം നമ്മുടെ ഭാഷ പറഞ്ഞ അങ്ങനെ ആയിരിക്കും. ഇഫ് എ പേഴ്സൺ, ഇപ്പം നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എ പേഴ്സൺ ബിലീവത്ത് ആൻഡ് ഈസ് ബാപ്റ്റൈസ്ഡ് ഇൻ ദ നെയിം ഓഫ് അവർ വൺ ലോർഡ് ആൻഡ് ജീസസ് ക്രൈസ്റ്റ്, ദെൻ ഷീ ആൻഡ് ദ ട്രാൻസ്ജെൻഡേഴ്സ് ഷാൾ ബി സേവ്ഡ്. ഇഫ് എ പേഴ്സൺ ബിലീവത്ത് നോട്ട്, ദെൻ ഹീ ഷാൾ ബി അല്ലെങ്കിൽ ഷീ ഷാൾ ബി ദ ട്രാൻസ്ജെൻഡേഴ്സ് ഷാൾ ബി കണ്ടംഡ് എന്നുള്ള അർത്ഥത്തിൽ പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ലൈഫ് ഒന്നേ ഉള്ളൂ, നല്ലപോലെ എൻജോയ് ചെയ്യുക. സന്ധ്യ സമയം ഏകദേശമായിരിക്കുന്നു. അതുകൊണ്ട് തൽക്കാലം വിട കൊള്ളുന്നു. ഈ വീഡിയോ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. മാത്രമല്ല സൂര്യൻ അതിൻ്റെ അസ്തമന ദിശയിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യാം, നേരത്തെ നമ്മൾ കണ്ടതായിട്ടുള്ള കപ്പലും അങ്ങ് പിന്നെ തുറമുഖത്തേക്ക് പോയി മറഞ്ഞു. ആളുകളെല്ലാം വിട ചെല്ലുവാനുള്ള സമയമായിരിക്കുന്നു. പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ്, കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിലീവ് ഓൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ദെൻ യു ആൻഡ് യുവർ ഫാമിലി ബി സേവ്ഡ്. ദെർ ഈസ് സാൽവേഷൻ ഇൻ നോ അതർ, ഫോർ ദെർ ഈസ് നോ അതർ നെയിം അണ്ടർ ഹെവൻ ഗിവൺ അമോങ് മെൻ വെയർ ബൈ വി മസ്റ്റ് ബി സേവ്ഡ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ട്രിവാൻഡ്രം, അതായത് ട്രിവാൻഡ്രത്തിൻ്റെ ഏകദേശം സൗത്ത് വെസ്റ്റാണ്. ഇത് ട്രിവാൻഡ്രം ജില്ലയുടെ സൗത്തുമാണ് എന്നാൽ വെസ്റ്റുമാണ്. അപ്പോൾ ഫിസിക്സ് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യാൻ പറ്റും, സൗത്തും വെസ്റ്റും കൂടി ചേരുമ്പോഴത്തേക്കും നമുക്ക് സൗത്ത് വെസ്റ്റ് എന്ന് പറയാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ട്രിവാൻഡ്രം ജില്ലയുടെ ഒരു പിന്നെ സെൻറ്റർ എന്ന് പറയുന്നില്ല, ട്രിവാൻഡ്രം ജില്ലയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ അകലത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരാൻ താല്പര്യമുള്ളവർ വരിക. പിന്നെ എന്തെങ്കിലും ശ്വാസകോശ പ്രശ്നങ്ങളോ ആസ്മയുള്ളവരൊക്കെ ഈ കടൽക്കാറ്റ് ഏൽക്കുമ്പം തന്നെ നമ്മൾ ഉപ്പ് കൊണ്ട് ആവി കുടിക്കുന്ന പോലത്തെ ഒരു അനുഭവം ഉണ്ടാവും. ഫ്രീ ആയിട്ട് കടൽക്കാറ്റ് കിട്ടുകയാണ്. ഉപ്പ് എപ്പോഴും നമുക്ക് കഫത്തിന് ആൻറ്റി കഫം, ദാറ്റ് ഈസ് എഗെയിൻസ്റ്റ് കഫ്. Salt is a thing that is acting against the cough. So this kind of sea water breathing is very very important for our health. And see that for God so loved the world that he gave his only begotten son, that whoever believes in him shall not perish but have everlasting life. അപ്പോൾ എന്തായിരുന്നാലും സൺസെറ്റ് കഴിഞ്ഞതുകൊണ്ട് ഏകദേശം
പ്രതിസന്ധി സമയം ആയിരിക്കുന്നതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടും. പുള്ളിങ് ഡൗൺ ഓഫ് സ്റ്റാൾസ് എന്താണ് ആസ്പ്രി പീസ് നാം ഇനി അടിമത്തിൽ കൂടി പുറത്ത് താല്പര്യപ്പെടുകയാണ് പുള്ളിങ് ഡൗൺ ഓഫ്. അപ്പോൾ എന്തായിരുന്നാലും എവറി കൈൻഡ്സ് ഓഫ്, അതായത് ഫോർ ബദൻ ഓൺ കാണ്ടർ ലിബർട്ടി. The gift of God is eternal life through Jesus Christ, pulling down of stalls. The gift of God is eternal life through Jesus Christ, our Lord, pulling down of. അപ്പോൾ എന്തായിരുന്നാലും ക്രൈസിസിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്നതിന് ഒരു കാര്യം പറഞ്ഞോട്ടെ. എവറി ഡെഡ്ലി ഡിസീസസ്, എവറി കൈൻഡ് ഓഫ് ആസ്മ ആൻഡ് എവറി കൈൻഡ്സ് ഓഫ് cancers and every kinds of blood disorders and every kinds of lung disorders and every kinds of heart disorders and every kinds of blood disorders, every kinds of deadly diseases and every deadly wounds, mental wounds, physical wounds, spiritual wounds, already Christ Jesus has healed. And every kinds of deadly diseases, every allergy conditions, every endocrine gland disorders, every kinds of pancreatic disorders, every kinds of varicose vein problems, every kinds of allergy problems, and every kinds of post-surgery problems, and every kinds of brain disorders, heart disorders, lung disorders, COPD, allergies, and every kinds of cancers, every deadly diseases be broken, be cancelled, and be destroyed completely in the name of our Lord Jesus Christ freely. Pulling down strongholds, casting down imaginations. God is not the other confusion but a peace. Pulling down strongholds, casting down pulling down strongholds, pulling down strongholds, casting down imaginations. God is not the other confusion but a peace. Pulling down of God is not the other confusion. War a good warfare, holy faith and good conscience. Pulling down strongholds, casting down imaginations. God is not the other confusion but a peace. Pulling down strongholds, casting down imaginations. That evil things be broken, be cancelled, and be destroyed completely in the name of our Lord Jesus Christ. Giving thanks to Father from the നാം ഇനി അടിമത്തിൽ കൂടി ബ്രദർ സേവർ ദ ലോർഡ് പുള്ളിങ് ഡൗൺ ഓഫ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ക്രൈസ്റ്റ് ജീസസ് ധാരാളമായി നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം ഇവിടെ പറയാം ഫോർ ബദനി ഹാൻ കാണ്ടർ ലിബർട്ടി. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ക്രൈസ്റ്റ് ജീസസ് നമുക്ക് തരുന്ന സാൽവേഷൻ മാക്സിമം എൻജോയ് ചെയ്യുക. നമുക്കിനി ഒരു റിസറക്റ്റഡ് ബോഡി ഉണ്ടാവും ക്രൈസ്റ്റ് ജീസസിൻ്റെ കമ്മിങ്ങിൽ. നമുക്കെന്താണ്, ഓരോരുത്തൻ താൻ്റെ ഓർഡറിനെത്ര, എവരി വൺ അക്കോർഡിംഗ് ടു ഹിസ് ഓൺ ഓർഡർ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ നമുക്കൊരു ഗ്ലോറിഫൈഡ് ബോഡി ഉണ്ടാവും. അത് നൽകുവാൻ കൂടെ വേണ്ടിയിട്ടാണ് ക്രൈസ്റ്റ് ജീസസ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്. ഇനി ക്രൈസ്റ്റ് ജീസസ് സെക്കൻഡ് കമ്മിങ് ആയിട്ട് വരുന്നത് നമ്മൾ ഈ ലോകത്തിലെ അല്ലെങ്കിൽ ഈ ഈവിൾ വേൾഡിൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നാം ഇനി അടിമത്തിൽ കൂടി വരും. പുള്ളിങ് ഡൗൺ സ്ട്രോൾസ്, കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ്. ക്രിസ്ത്യസ് ധാരാളമായി നമ്മളെ സഹായിക്കട്ടെ. ഈ ഒരു കയറ്റം കയറുന്നത് നല്ലതാണ്. അത് കണ്ടോളൂ. ഈ സ്ഥലത്തിൻ്റെ മറ്റ് പ്രത്യേകതകളും കണ്ടോളൂ. ഈ കയറ്റം എത്രത്തോളം ഉണ്ടെന്നും കണ്ടോളൂ. അത് കഴിഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യും. കണ്ടില്ലേ, കയറ്റം കണ്ടില്ലേ? നല്ല, നമ്മുടെ ഭാഷ പറയുന്നത് നല്ല സ്റ്റീപ്പ് കയറ്റമാണ്. ഇത് കയറാൻ ക്രൈസിസ് നമുക്ക് ധാരാളമായി ഫ്രീലി ഗ്രേസ് എന്നതിനായി പുള്ളിങ് ഡൗൺ ഓഫ് സ്ട്രോങ്ഹോൾഡ്സ്. ഫോർ ബദൻ യുഹാൻ കാൽവട്ടി. Thank you, our Lord, Jesus Christ.
ഫസ്റ്റ് ഗിയറിലൊക്കെ വണ്ടി കയറുന്ന കയറ്റമാണ്. Thank you, everyone. This place. Thanks, BT God, who is the victory for a lot of this place. Orasını boşandı bu. കണ്ടിട്ടില്ലേ കടല്. നേരം ത്രിസന്ധിയായിരിക്കുന്നു, ട്യൂലൈറ്റ് ആയിരിക്കും, ഈവനിങ് കഴിഞ്ഞു. ഈവനിങ് ഈസ് ഗോൺ, ഈവനിങ് ഹാസ് ഗോൺ. ക്രൈസിസിൻ്റെ ഗ്രേസിനാൽ നമുക്കിവിടെ കയറ്റം കയറാനും ഇറങ്ങുവാനും കഴിഞ്ഞു. എന്തായാലും ക്രൈസിസ് ധാരാളം നമ്മളെ സഹായിക്കട്ടെ. ഷാലോം, ദാറ്റ് മീൻസ് പീസ് ബി ഫ്രീലി. സ്റ്റാൻഡ് ഇല്ലല്ലോ.
ഇങ്ങനെ എടുത്തപ്പോഴത്തേക്കും വേണ്ട അവിടെ
പ്രേക്ഷകരെ, എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്ന ക്രൂശിന്മേൽ കയറി ബൈ സ്ട്രൈപ്സ് വിത്ത് സ്ട്രൈപ്സ് യാർ പുള്ളിംഗ് ഡൗൺ സ്ട്രഗിൾസ് നാമിനെ അടിമത്തിൽ കുടിപ്പെടുത്തും. വാർ എ ഗുഡ് വാർഫെയർ ഹോൾഡിംഗ് ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ് ആൻഡ് ബി നോട്ട് എൻറ്റേങ്കിൾഡ് അഗൈൻ വിത്ത് എ യോക്ക്. God is not the other confusion but of his and be God is not the other confusion but of his and be not entangled again with the yoke upon day. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാവങ്ങൾ ചുമന്നിട്ട് ക്രൂശിന്മേൽ കയറി ബൈ സ്ട്രൈപ്സ് വി ആർ ഹീൽഡ് പുള്ളിംഗ് ഡൗൺ ഓഫ് ദാറ്റ് മീൻസ് പുള്ളിംഗ് ഡൗൺ ഓഫ് സ്ട്രഗിൾസ് കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ് സ്റ്റാൻഡ് ഫാസ്റ്റ് ലിബർട്ടി ഓഫ് ദ ക്രൈസ്റ്റ് മിനിസ്ട്രി ആൻഡ് ബി നോട്ട് എൻറ്റേങ്കിൾഡ് അഗൈൻ വിത്ത് ദ യോക്ക് upon days. God is not the other of confusion but of his. നമ്മളിപ്പോൾ എത്താൻ പോകുന്നത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഔട്ടർ സൈഡിലാണ്. ഈ സ്ഥലത്തിന് മുള്ളൂർ എന്നാണ് പറയുന്നത്. നോ ദ ടൈം ഈസ് നിയർലി ടു ലൈറ്റ്, അതായത് സന്ധ്യാസമയമാണ്. നമുക്ക് എത്ര മനോഹരമായ ഹൈവേ ആണ്, ഹൈവേ പോലെ. ഞാൻ പണ്ട് ഇതിന് അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് കോട്ടുകാലിൽ ഹയർ സെക്കൻഡറി ഫിസിക്സ് ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതാണ് വിഴിഞ്ഞം സീപോർട്ട്. അനവധി KSRTC ബസ്സുകളും ഇവിടെ കൂടെ സഞ്ചരിക്കുന്നു. ഞാൻ എന്തായാലും കുറച്ച് അപ്പുറത്തുള്ളൊരു സ്ഥലം എത്തുമ്പോഴത്തേക്കും വീഡിയോ കൺക്ലൂഡ് ചെയ്യാം. ഇവരെ കാണുന്നവരെ കണ്ടോട്ടെ. നല്ലൊരു സ്ഥലമാണ്, വല്ലപ്പോഴും വിസിറ്റ് ചെയ്യുക. ഇതുപോലൊക്കെ കയറ്റം തിരഞ്ഞെടുത്ത് നടക്കുക. ശ്വാസകോശത്തിനും ഹൃദയത്തിനൊക്കെ വളരെ നല്ലതാണ്. കോൺഫിഡൻസോടു കൂടി നടക്കുക. ക്രൈസിസ് നമ്മളെ ഹീൽ ചെയ്തു എന്നുള്ള വിശ്വാസത്തോടു കൂടി സഞ്ചരിക്കുക, വാക്ക് ചെയ്യുക. ദാറ്റ് മീൻസ് ക്രൈസിസ് നമ്മളെ സൗഖ്യമാക്കി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ വാക്ക്, ദാറ്റ് മീൻസ് ചലിക്കുക. ഇതൊക്കെ നല്ല ഗ്രാമീണമായ സ്ഥലങ്ങളാണ്. കടൽ തീരപ്രദേശത്തിനടുത്തുള്ള സ്ഥലങ്ങളാണ്.
എന്തായാലും പ്രേക്ഷകർ കണ്ടു കാണുമല്ലോ. അപ്പോൾ എന്തായാലും പിന്നെ എന്താണ്, നമ്മൾ വിഴിഞ്ഞത്തിനും ഈ പറഞ്ഞ ആഴിമലയ്ക്ക് ഇടയ്ക്കുള്ള സ്ഥലത്തായിരിക്കുന്ന മുക്കവല എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. പണ്ട് KJ യേശുദാസങ്ങൾ പാടിയതായിട്ടുള്ള ഒരു പാട്ട് എൻ്റെ ഓർമ്മയിൽ വരികയാണ്. ഭ്രമണപഥം വഴി ദ്രുതചലനങ്ങളാൽ സൂര്യനെ ചുറ്റുമ്പോൾ ഭൂഹൃദയത്തിൻ സ്പന്ദനതാളം പ്രാർത്ഥന ചൊല്ലുന്നു. ലോ ലോ പുള്ളിംഗ് ടോണസ് നാമിനെ അടിമത്തിൽ കൂടി വരും. ഭൂഹൃദയത്തിൻ സ്പന്ദനതാളം പ്രാർത്ഥന ചൊല്ലുന്നു. ലോ ലോ എക്സീഡിങ് ജോയ് പുള്ളിംഗ് ടോണോ നാമിനെ അടിമത്തിൽ കൂടി പോരുത്. ഫോർ for a good warfare, holy faith and good conscience. Pulling down stones, casting down imaginations. For a good warfare, pulling down stones. For a good warfare, holy faith and good conscience. Now the Asprey peace, now the God of peace be with you all. Pulling down stones, casting down imaginations. Asprey peace you. Name Asprey peace you. For a good warfare, holy faith and good conscience. For Bethany Han Calvati, now the God of peace. For Bethany Han Calvati, Asprey peace you. Now the God of peace be with you all. Amen. Pulling down. Stand fast and liberty of the righteous ministry, and be not entangled again with the yoke of bondage. For Bethany Han Counter liberty, or wretched man that time, who shall deliver me from the body of this death? Now there is no more condemnation. Those who are in Christ Jesus, the law of the Spirit of life in Christ Jesus has set me free from the law of sin and death. Now the God of peace be with you all. Amen. Pulling down of pulling down of strongholds. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അദ്ദേഹത്തിന് വിശുദ്ധത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അദ്ദേഹത്തിൻ്റെ ഉപകാരങ്ങൾ മറക്കരുത്. അദ്ദേഹം നിൻ്റെ അകൃത്യങ്ങളൊക്കെ മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. അദ്ദേഹം നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, ദൈവം കരുണയിൽ നിന്നെ അണിയിക്കുന്നു. നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി ഉയർത്തക്കണം. അവൻ നിൻ്റെ വാക്ക് സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി ഉയർത്ത് ക്രൈസ്റ്റ് മേഡ് ഫ്രീ ആൻഡ് ബി നോട്ട് entangled again with the yoke of bondage. For Bethany Han Calvati, do not see at all, do not fear. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. അദ്ദേഹം നിൻ്റെ അകൃത്യങ്ങളൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. അദ്ദേഹം നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, ദൈവം കരുണയിൽ നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കൊണ്ടും അവൻ നിന്റെ വാക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. പുള്ളിംഗ് ഡൗൺ സ്റ്റോൾസ് ഫോർ പുള്ളിംഗ് ഡൗൺ സ്റ്റോൾസ് നമ്മെ ആൻഡ് ബി നോട്ട് entangled again with the yoke of bondage. നമ്മെ അടിമത്തിൽ കൊടുക്കരുത്. ആസ് ഫ്രീ പീസ് പുള്ളിംഗ് ഡൗൺ സ്റ്റോൾസ് ക്യാച്ചിങ് ഡൗൺ ഇമാജിനേഷൻസ്. Stand fast and liberty earth Christ's ministry, and the God is not the other confusion but a peace. Stand fast and liberty earth Christ's ministry, and be not entangled again with the yoke of bondage. No. Or wretched man that time, who shall deliver me from the body of this death? Now there is no more condemnation. Those who are in Christ Jesus, the love of the Spirit of life in Christ Jesus has set me free from the love of sin and death, and be not entangled again with the yoke of bondage. നമുക്ക് എന്തായിരുന്നാലും ക്രൈസിസ് ധാരാളമായി സഹായങ്ങൾ നൽകട്ടെ. നമുക്ക് വീണ്ടും കാണുമ്പോൾ ക്രൈസിൻ്റെ കൃപ ഫ്രീലി നമുക്ക് അനുഭവിക്കാം.